സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും മത്സരിക്കാനായി വീണ്ടും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി കൂടി എത്തിയിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനിൽ അരുണിമ എം കുറുപ്പാണ് സ്ഥാനാർത്ഥിയാകുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പോത്തൻകോട് ഡിവിഷനിൽ ട്രാൻസ് വുമണായ അമേയ പ്രസാദിനെ സ്ഥാനാർത്ഥിയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ രണ്ടുപേരെയും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ചരിത്രം സൃഷ്ടിച്ചത് എല്ലാവരും തുല്യരെന്നും ജനാധിപത്യം, സോഷ്യലിസം എന്നെല്ലാം വാദോരാതെ വിളിച്ചുകൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, മറിച്ച് യഥാർത്ഥ ജനാധിപത്യത്തെ മുറുകെ പിടിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികളെ നിർത്തിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ ശ്രദ്ധേയമായ രാഷ്ട്രീയ നീക്കം കൂടിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും സ്ഥാനാർത്ഥിത്വമേറെ ചർച്ചയാകുന്നതും. ട്രാൻസ് വുമണായ അമേയ പ്രസാദിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടെയാണ് കോൺഗ്രസ് ഒരു പുതിയ ചരിത്രം എഴുതിയത്. ഇപ്പോഴിതാ അരുണിമ എം കുറുപ്പിനെ കൂടി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ആദർശങ്ങൾക്കും ഒന്നുകൂടി തിളക്കം വെച്ചിട്ടുണ്ട്. നിലവിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന രക്ഷാധികാരിയും KSU ജനറൽ സെക്രട്ടറിയുമാണ് അരുണിമ എം കുറുപ്പ്. കഴിഞ്ഞ ദിവസം ചേർന്ന UDF ജില്ലാ കോർ കമ്മിറ്റിയിലാണ് അരുണിമയെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായത്. KPCCയിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുള്ള ആദ്യ വനിതാ മെമ്പറാണ് അരുണിമ എം കുറുപ്പ്. തന്നെ അംഗീകരിച്ച് മനസ്സിലാക്കുന്ന നാട്ടുകാർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വയലാർക്കാരി എന്ന നിലയിൽ അവരോടൊപ്പം നിന്ന് ഏത് സമയത്തും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ് സ്ഥാനാർത്ഥിത്വത്തിന് പിന്നാലെ അരുണിമയുടെ പ്രതികരണം. വയലാറിലെ കോൺഗ്രസ് നേതൃത്വം തന്നെ വളരെ ആത്മാർത്ഥതയോടെയാണ് സ്വാഗതം ചെയ്തതെന്നും കോൺഗ്രസിനോട് വലിയ നന്ദിയുണ്ടെന്നും അരുണിമ പറയുന്നു. ഇടതുകോട്ട പൊളിക്കാൻ കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ആലപ്പുഴയിലെ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയായ അരുണിമ. LDF അടക്കമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ചേർത്ത് നിർത്തുമെന്ന നിലപാട് സ്വീകരിക്കുമെങ്കിലും അതെല്ലാം പൊതുവേദികളിലും വാചകങ്ങളിലും മാത്രം ഒതുങ്ങുന്ന രീതിയാണ് താൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേവലം വാചകങ്ങളിൽ മാത്രം ഒതുക്കാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അംഗീകരിച്ച് ചേർത്ത് പിടിച്ചെന്നും അത് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിന്റെ വിജയമാണെന്നും അരുണിമ പറയുന്നു. മറ്റുള്ളവരെ പോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്കും എല്ലാ മേഖലയിലും തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ കഴിയുമെന്നും അതിന് കോൺഗ്രസിനെ പോലൊരു മുഖ്യധാരാ പാർട്ടി ഒരു അവസരം നൽകുന്നതും പ്രശംസാർഹിക്കുന്ന തീരുമാനമാണ്. വയലാർ ഡിവിഷനിൽ വളരെ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അരുണിമ. നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഇതിനകം തന്നെ അരുണിമ വാർഡ് സജീവമായി കഴിഞ്ഞു. വയലാർ ഡിവിഷനിലെ റോഡിന്റെ അവസ്ഥയും രാഷ്ട്രീയം നോക്കി ജനങ്ങൾക്ക് ആനുകൂല്യം നൽകുന്ന LDFന്റെ ഭരണവും ജനങ്ങളെ പാർട്ടിയുടെ പേരിൽ വേർതിരിച്ചു കാണുന്ന ഇടതുമുന്നണിയുടെ ഭരണത്തെയും ചൂണ്ടിക്കാട്ടിയാണ് അരുണിമയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. രാഷ്ട്രീയ വിഷയങ്ങളിലാണെങ്കിലും മറ്റ് സാമൂഹിക പ്രശ്നങ്ങളിലാണെങ്കിലും എല്ലായ്പ്പോഴും ഉറച്ച നിലപാടുമായി അരുണിമ എത്താറുണ്ട്. ഇതുതന്നെയാണ് അരുണിമയെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്. ഇടതുപക്ഷ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് അരുണിമ. വളരെ ചെറുപ്പകാലത്ത് തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ബാലസംഘം, SFI, DYFIയുമായി പ്രവർത്തിച്ചിരുന്ന അരുണിമ പിന്നീട് ഇടതുപക്ഷ ട്രാൻസ്ജെൻഡർ സംഘടനയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. പിന്നീടാണ് അരുണിമ കോൺഗ്രസിലേക്ക് എത്തിയത്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്നത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതാണെന്നും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിക്കുമെന്നും പൊതുജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുവെന്നും പറയുന്ന പിണറായി വിജയന്റെയും CPMന്റെയും സർക്കാർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് താൻ കണ്ടതെന്നും അതാണ് തന്നെ കോൺഗ്രസിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചതെന്നും അരുണിമ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തങ്ങളുടെ കമ്മ്യൂണിറ്റിക്കും ജനങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്താൻ അരുണിമ മുമ്പിലുണ്ടാകും. സാധാരണക്കാർക്കും തന്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും വേണ്ടിയാണ് താൻ രാഷ്ട്രീയത്തിൽ സജീവമായതെന്നുമാണ് അരുണിമ പറയുന്നത്. ഈ ജനകീയ പ്രവർത്തനങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പോലുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ കോൺഗ്രസിനെ പോലൊരു മുൻനിര മുന്നണി അരുണിമയ്ക്ക് അവസരം നൽകിയത്. ഏത് പാർട്ടിയാകട്ടെ, ഏത് പാർട്ടി പ്രവർത്തകനാകട്ടെ, നേതാവും ആകട്ടെ, ചെയ്യുന്ന തെറ്റുകളെ രാഷ്ട്രീയം മാറ്റി നിർത്തി വിമർശിക്കുന്ന അരുണിമയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് ഒരു ജനസേവകയ്ക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ അരുണിമ എം കുറുപ്പിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കോൺഗ്രസും ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അതേസമയം നേരത്തെ 3 സീറ്റെങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് KPCC നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് കോൺഗ്രസിന്റെ തീരുമാനം. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ സീറ്റ് നൽകാനായി ധാരണയിലെത്തിയിരുന്നു. നിലവിൽ 2 ജില്ലകളിൽ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികൾക്ക് അവസരം നൽകിയതോടെ ഇനി എറണാകുളത്തും ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.